ദറയ്യ എന്ന സ്ഥലത്തിലേക്കാണ് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആ നാട് വിട്ടു പോകുന്നത്, അല്ലെങ്കിൽ ആ നാട്ടിൽ നിന്ന് അദ്ദേഹത്തിനെ നാട് കടത്തുന്നത്. അങ്ങനെ അദ്ദേഹം ദറയ്യ എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന രാജാവ് മുഹമ്മദ് ബിൻ സൗദാണ്. അദ്ദേഹം ആദ്യമൊന്നും ഇദ്ദേഹത്തിനെ അംഗീകരിച്ചില്ല. പിന്നെ കുറച്ചു പേര് മുഹമ്മദ് ബിൻ സൗദിന്റെ ഭാര്യയെ പോയി കാണാൻ, എന്നിട്ട് ഭാര്യയോട് പറയുന്നു, നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്ന ആ ഉസ്താദ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഷെയ്ഖ് ഉണ്ടല്ലോ, അദ്ദേഹം പറയുന്നത് നല്ല കാര്യമാണ്, അദ്ദേഹത്തിനെ നമ്മൾ അംഗീകരിക്കണം. അങ്ങനെ ഈ മുഹമ്മദ് ബിൻ സൗദ് എന്നയാൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങളിപ്പോൾ പുതിയൊരു ഉസ്താദിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അദ്ദേഹം പറയുന്നത് നല്ല കാര്യമാണ്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന തെറ്റുകൾക്കൊക്കെ എതിർക്കുന്ന ഒരാളാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ കൂടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരവും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഈ മുഹമ്മദ് ബിൻ സൗദ് ആകുന്ന രാജാവ് അദ്ദേഹത്തിനെ ഇങ്ങോട്ട് വന്ന് കാണാൻ പറഞ്ഞപ്പോൾ, ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്നെ വന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ഭാര്യ പറയാണ്, നിങ്ങൾ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വിളിക്കരുത്, നിങ്ങൾ അങ്ങോട്ട് അദ്ദേഹത്തിനെ പോയി കാണണം, കാരണം നമുക്ക് ഉപകാരമുള്ള കാര്യമാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് പോയി കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാര്യയുടെ വാക്ക് കേട്ട് ഈ മുഹമ്മദ് ബിൻ സൗദ് അദ്ദേഹത്തിനെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോയി കാണുകയാണ്. അവിടെ നിന്ന് സംസാരിക്കുന്നു, എല്ലാ കാര്യങ്ങളെയും ഒരു തീരുമാനമാകുന്നു. അവസാനം പറയുന്നു, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, അതായത് ഇന്ന് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണ് എന്നും നൂറ്റാണ്ടുകളായി സ്വഹാബത്തടക്കമുള്ള മുഴുവൻ മഹാന്മാരും ഇമാമിങ്ങളൊക്കെ ചെയ്തു വന്ന ഈ കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്നും നമ്മൾ പുതിയ ഒരു മതം അല്ലെങ്കിൽ പുതിയ തരത്തിൽ ഈ മതത്തിനെ അവതരിപ്പിക്കണമെന്നും ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ ഞങ്ങൾ നിൽക്കാം എന്നും അവസാനം പറഞ്ഞു, അങ്ങനെ നിങ്ങൾ നിൽക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാകും, രാഷ്ട്രീയപരമായ നിലക്ക് നിങ്ങൾക്ക് വലിയ മുന്നേറ്റങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്നും കൂടി പറഞ്ഞപ്പോൾ മുഹമ്മദ് ബിൻ സൗദ് എന്ന് പറയുന്ന ഈ രാജാവിനിക്ക് അത് വലിയ ഇഷ്ടമായി. കാരണം രാഷ്ട്രീയപരമായ നിലക്ക് ഒരുപാട് ഉയരാമല്ലോ, അദ്ദേഹം രാജാവാണ്, സ്വാഭാവികമെന്നോണം അദ്ദേഹത്തിന്റെ ഉദ്ദേശം അതായിരിക്കും. അങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ ഈ രാജാവ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനോട് പറഞ്ഞു,